ഹലോ നമസ്കാരം. ഇപ്പോൾ ഞാനൊരു വീടിൻ്റെ ഫുൾ 360 ഡിഗ്രി വിർച്വൽ വാക്ക് ത്രൂ പോലെ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എങ്ങനെ 360 ഡിഗ്രി റെൻഡർ ചെയ്യാം, അത് പിന്നെ എങ്ങനെ അതൊരു ഹോസ്റ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു വെബ് പേജ് പോലെ ആക്കി എടുക്കാം, ഒരു ലിങ്ക് എന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാം എന്ന രീതിയിലൊക്കെ ഞാൻ എങ്ങനെയും ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അത് ജസ്റ്റ് ഒരു ഓപ്പൺ ഫ്ലോർ ആയിരുന്നു. അതായത് ഒരു ലിവിങ് റൂം, കിച്ചൺ ആൻഡ് ഡൈനിങ്, ഒരു കോർട്ട് യാർഡും ഉണ്ടായിരുന്നു. അത്രയായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെങ്ങനെ ഒരു ഫുൾ വീടിൻ്റെ ഞാൻ എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളതാണിത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ തുടങ്ങുന്നത് കണ്ടോ, നമ്മൾ ഫ്രണ്ട് എലവേഷനിലാണ് തുടങ്ങുന്നത്. നമുക്കിവിടെ ഒരു കാർ പോർച്ചിൻ്റെ ഒരു സ്പോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കാണാൻ. ഒരു നേരെ ഡയറക്റ്റ് എൻട്രി കൊടുത്തിട്ടുണ്ട് ഫോർമൽ ലിവിങ്ങിലേക്ക്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർ പോർച്ച് കാണാം നമുക്ക്. കണ്ടോ, ഒരു BMW ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ കാർ പോർച്ച് അവിടെ നിന്ന് കണ്ട ഫോർമൽ ലിവിങ് ക്ലിക്ക് ചെയ്ത് ഫോർമൽ ലിവിങ്ങിലെത്തി. ഇവിടെ നമുക്ക് അതിൻ്റെ ഫുൾ 360 കാണാം. ഇവിടെ നമുക്ക് ഡൈനിങ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ അറിയാം. നമുക്കിവിടെ ഇപ്പോൾ ഒരു ടേബിൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ കൺസോൾ ടേബിളും ഈ ഒരു മിററൊക്കെ നല്ലോണം കാണാം. നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോവാം. ക്ലിക്ക് ചെയ്യുക, ഡൈനിങ്ങിലേക്ക് എത്തും. നമ്മുടെ ഡൈനിങ് റൂമിലെത്തി. നമുക്കിവിടെ ഒരു ലിവിങ് ഉണ്ട് കണ്ടോ, ഇവിടെ കിച്ചൺ ഉണ്ട്, കോർട്ട് യാർഡ് ഉണ്ട് ഇവിടെ. അതല്ലാതെ പുറകിൽ നമുക്കൊരു വാഷ് ഉണ്ട്, ഇവിടെ ബെഡ്റൂം ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ കോർട്ട് യാർഡ് നോക്കാം. കോർട്ട് യാർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് യാർഡിലേക്ക് എത്തി. നല്ലൊരു കോർട്ട് യാർഡ് ഇവിടെ കാണാം. നേരെ ബെഡ്റൂമിലേക്ക് പോകണമെങ്കിൽ ബെഡ്റൂമിലേക്ക് പോകാം. തൽക്കാലം നമുക്ക് കോർട്ട് യാർഡിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കിച്ചണിലെത്തി. അതിൻ്റെ ക്യാബിനറ്റ്, ലോഫ്റ്റ് ക്യാബിനറ്റ് എല്ലാം കാണാം. ഫുള്ള് എവിടെ സിങ്ക് വരുന്നു, എവിടെ സ്റ്റൗ വരുന്നു ഒക്കെ നമുക്ക് ഒറ്റ നോക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഫോർമൽ ലിവിങ്ങിൽ പോകണോ, ഡൈനിങ്ങിൽ പോകണോ, കോർട്ട് യാർഡിൽ പോകണോ, അപ്പർ ലിവിങ്ങിലേക്ക് പോകണോ, ഇല്ല നമ്മൾ ലോവർ ലിവിങ്ങിലേക്ക് പോകണം. ലിവിങ്ങിലേക്ക് പോയി നോക്കാം. നമ്മുടെ TV യൂണിറ്റ് കാണാം. ഇവിടെ നമ്മുടെ സോഫ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പർ ലിവിങ്ങിലേക്ക് ഞാനിവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ഡൈനിങ്ങിൽ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് പോകാം. നമുക്ക് ഈ ബെഡ്റൂമിൽ കയറി ബെഡ്റൂമിൽ കയറാം. അവിടെ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാം. ഫുൾ സീലിങ്ങും അടക്കം എല്ലാം കാണാം. എന്നാലേക്കണേ കഴിഞ്ഞാൽ അതിൻ്റെ വാർഡ്രോബ് കാണാൻ വേണ്ടി ഞാൻ ഒരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാർഡ്രോബിൻ്റെ ഡിസൈൻ കാണാം. ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് ഇവിടെ, അതെല്ലാം കാണാം. നേരെ ഡൈനിങ്ങിലേക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഡൈനിങ്ങിലേക്ക് പോകാം. തിരിച്ച് നമുക്ക് ലിവിങ്ങിൽ പോയിട്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കണ്ടല്ലോ, നല്ലൊരു സ്പേസ്. അതിൻ്റെ വാർഡ്രോബ് ഉണ്ട് ഇവിടെ. എല്ലാം നമുക്ക് ഒറ്റ നോക്കിൽ കിട്ടും. സീലിംഗ് എങ്ങനെയാണെന്നൊക്കെ കാണാം. നമ്മളൊരു 2D ഫോട്ടോ, നമ്മളൊരു സാധാരണ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് സീലിംഗ് കാണാൻ പറ്റുന്നത് കുറവാണ് ബെഡ് കാണുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വൈഡ് ആംഗിളൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കിട്ടും. നമുക്ക് തിരിച്ച് ലിവിങ്ങിലേക്ക് പോയിട്ട് അപ്പർ ലിവിങ്ങിലേക്ക് പോകാം. സ്റ്റെയർ ഇവിടെ കാണാം. അങ്ങനെ അപ്പർ ലിവിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിവിങ്ങിലെത്തി. അപ്പർ ലിവിങ്ങിൽ കണ്ട നമ്മളിവിടെ പർഗോളൊക്കെ കാണാം, സീലിംഗ് ലൈറ്റ്, കയറലൊക്കെ കാണാം. തിരിച്ച് ലിവിങ്ങിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ട്. നമുക്ക് അപ്പർ ലിവിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് ഇത് പോയി നോക്കാം. TV യൂണിറ്റും കയറലും, ഇവിടെ വേറൊരു സ്റ്റഡി ഏരിയ ഉണ്ട്. നല്ലൊരു പർഗോളയും കയറലൊക്കെ ഉണ്ട്. നല്ലൊരു വലിയൊരു വാള് ഡിസൈൻ ചെയ്തിങ്ങനെ. നമ്മുടെ സീലിംഗ്, അവിടെയുള്ള ആർട്ട് വർക്ക് ഒക്കെ ഇവിടെ കാണാം നമുക്ക് നല്ല രീതിയിൽ. ഒരു എൻട്രിയും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് സോഫയൊക്കെ കാണാൻ വേണ്ടി ഒരു സ്പോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഇവിടെ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ കണ്ടോ, വാർഡ്രോബ് എല്ലാം കാണും, സ്റ്റഡിയൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് സെറ്റ് എല്ലാം കാണാം. കണ്ടോ, സീലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് ആ മാസ്റ്റർ ബെഡ്റൂം കൂടി കണ്ടിട്ട് നിർത്താം. ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പർ ലിവിങ്ങിൽ വന്ന് തിരിച്ച് പോവുക. നേരെ പുറകിൽ കണ്ടോ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെത്തി. മാസ്റ്റർ ബെഡ്റൂമിലുള്ള വ്യൂ ഒക്കെ കൂടെ കണ്ടോ, വാർഡ്രോബ് എല്ലാം കാണാം. ഓക്കെ, അങ്ങനെ ഒരു ഫുൾ 360 ഡിഗ്രി എക്സ്പീരിയൻസ് ഞാൻ എടുത്തിരിക്കുകയാണ് ഈ ഒരു വീടിൻ്റെ. അതായത് നമുക്ക് ഇനിയും ശരിക്കും ഇതിലും എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. അതായത് നമുക്ക് ടെറസൊക്കെ ഉണ്ടെങ്കിൽ ടെറസ് എല്ലാം മോഡൽ ചെയ്തിട്ട് അതിൻ്റെ 360 ഡിഗ്രി എടുക്കാം. അപ്പോൾ അതായത് അതുപോലെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ്സ് ഉണ്ട്. ബെഡ്റൂമിലുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഒക്കെ മോഡൽ ചെയ്ത് റെൻഡർ എടുക്കാം. അതായത് ഫുൾ ഏതാ മുക്കും മൂലയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ഏതെങ്കിലും റൂമിലേക്ക് ഇങ്ങനെ ഓടി പോകാതെ ഒറ്റയടിക്ക് എത്തണമെങ്കിൽ നമുക്കിവിടെ കണ്ടോ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. നേരെ പുറത്തിറങ്ങണം കണ്ടോ, ഫ്രണ്ട് എലവേഷൻ ക്ലിക്ക് ചെയ്താൽ
നേരെ പുറത്തെത്തി. അതല്ല വർക്ക് ഏരിയയിലേക്ക് പോകണോ എന്നുണ്ടെങ്കിൽ ഇതേ വർക്ക് ഏരിയയിലേക്ക് പോകാം കേട്ടോ. അതല്ല എനിക്ക് അപ്പർ ലിവിങ് കാണണമെങ്കിൽ ഇതേ അപ്പർ ലിവിങ്ങിലേക്ക് എത്തി. മാസ്റ്റർ ബെഡ്റൂം വേണം താഴത്തെ, നേരെ ക്ലിക്ക് ചെയ്യുക, മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തി. ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഒറ്റയടി ഓടിയെത്താം. മനസ്സിലായില്ലേ? മറ്റൊരു ലിങ്ക്, ഈ ഒരു ലിങ്കാണ് നമ്മൾ ആകെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ലൈഫ് ടൈം നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഇന്നത്തെ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഒരു പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാമെന്ന് വെച്ച് ഉദ്ദേശിച്ചാണ്. നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണിത് ഇതിലേക്ക് എത്തുക എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അത് ഇത് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ. കാരണം ഗിറ്റ്ഹബിൽ ഇട്ടിട്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വരുന്നത് മെയിനായിട്ട്. പിന്നെ മാർസിപ്പനോ എന്നുള്ളൊരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഫയൽസ് എടുത്തിട്ട് ഗിറ്റ്ഹബിലേക്ക് ഹോസ്റ്റ് ചെയ്യുന്നു. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിപാടി. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.